വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആത്മീയ ഗോളത്തിൽ കാണപ്പെടുന്ന ഒരു സുവിശേഷമാണ് പ്രോസ്പിരിറ്റി ഗോസ്പൽ, സമൃദ്ധിയുടെ സുവിശേഷം. ഭൗതിക നേട്ടങ്ങളെ ദൈവിക അനുഗ്രഹമായി പ്രോസ്പിരിറ്റി സുവിശേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. തൽഫലമായി ആത്മീയതയെ ഭൗതിക നേട്ടമായി കണ്ട് അതിനു പിന്നാലെ ഓടി നടക്കുന്നവർ അനേകരാണ്. ദൈവത്തിന് വേണ്ടി എന്ത് നൽകാം എന്നുള്ളതിനേക്കാൾ ദൈവത്തിൽ നിന്ന് എന്ത് നേടിയെടുക്കാം എന്നതാണ് അവർ ചിന്തിക്കുന്നത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന ആപ്തവാക്യം വിശ്വാസി മറന്നുപോകുന്നു. ദൈവത്തിന് വേണ്ടി ചെലവാക്കപ്പെടുവാനും തയ്യാറാകുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവം മനുഷ്യൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അനവധിയാണ്. സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവന് ആവശ്യമുള്ള എല്ലാ നന്മകളും നൽകിയ ഭൂമിയിൽ ആക്കിയത്. എന്നാൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ തുടർന്നും അവന് ലഭിക്കണമെങ്കിൽ ദൈവം നൽകുന്ന കൽപ്പനകൾ അനുസരിക്കണമെന്നും അല്ലെങ്കിൽ ശാപത്തിനിരയാകുമെന്നും ദൈവം പറഞ്ഞിരുന്നു. ആവർത്തനം 11:27-28 വാക്യങ്ങൾ. യഹോവയുടെ വഴികളിൽ നടക്കുന്നവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവത്തെ കൂടാതെ മനുഷ്യന് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ കഴിയില്ല. ഒരുപക്ഷെ ഭൗതിക നേട്ടങ്ങളും ഉയർച്ചയും നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ അവയിൽ മാത്രം ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുവാൻ സാധിക്കുമോ? യെരമ്യാവ് പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുകയും ജഡത്തെ തൻ്റെ ഭുജമാക്കുകയും ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന യെരമ്യാവ് 17:5. അനുഗ്രഹത്തിൻ്റെ അളവുകോൽ എന്താണ്? സമ്പത്ത്, സ്ഥാനമാനം, ആരോഗ്യം, കുടുംബം, മക്കൾ, ഇവയെല്ലാം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവയാണോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കുന്നത്? അനുഗ്രഹം എന്താണ് എന്ന നമ്മുടെ കാഴ്ചപ്പാടിനെ വിലയിരുത്തുവാൻ സഹായകരമായ ഒരു ദൃഷ്ടാന്തം പങ്കുവയ്ക്കട്ടെ. ഗ്രാമത്തിൽ ധനികനായ ഒരു ഭൂവുടമ തൻ്റെ നിലത്തിലെ സമൃദ്ധിയുടെ വിളവ് കണ്ട് ആഹ്ലാദചിത്തനായി വീടിൻ്റെ പൂമുഖത്തിരിക്കുമ്പോൾ തോട്ടത്തിൻ്റെ മൂലയിലുള്ള വൃക്ഷത്തണലിൽ ഇരിക്കുന്ന വൃദ്ധനായ തോട്ടക്കാരനെ കണ്ടു. ഭൂവുടമ വൃദ്ധനെ ശ്രദ്ധിച്ചു. വൃദ്ധൻ തൻ്റെ ഭക്ഷണപ്പൊതി അഴിച്ച് പ്രാതൽ കഴിക്കുവാൻ ഒരുങ്ങുകയാണ്. ഒരു നിമിഷം ആ വൃദ്ധൻ കണ്ണുകളടച്ച് കൈകൾ കൂപ്പിയിരുന്നു. ഭൂവുടമ പതുക്കെ വൃദ്ധൻ്റെ അടുക്കൽ ചെന്നു. അയാളുടെ പൊതിയിൽ ഉണ്ടായിരുന്ന 2-3 റൊട്ടി കഷ്ണവും അല്പം ഉരുളക്കിഴങ്ങ് കറിയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ വൃദ്ധനോട് ചോദിച്ചു, സുഖമാണോ? വൃദ്ധൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നു, കേൾപ്പാനും പ്രയാസമുണ്ട്. ഉടനെ ധനികൻ പറഞ്ഞു, എന്നാലും നിങ്ങൾ സന്തോഷവാനായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതെ, വിശപ്പകറ്റുവാൻ അല്പമാഹാരവും തണുപ്പ് മാറ്റുവാൻ വസ്ത്രവും കയറി കിടക്കുവാൻ ഒരു ചെറിയ പുരയും ദൈവം എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ക്രിസ്തുനാഥന് ഈ ലോകത്തിലുണ്ടായിരുന്നതിനേക്കാൾ വളരെ കൂടുതലാണല്ലോ എനിക്കുള്ളത്. പിന്നെ ഞാൻ എന്തിനു ദുഃഖിക്കണം? വീണ്ടും ധനവാൻ ചോദിച്ചു, ഇത്രയും നിസ്സാരമായ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് ദൈവത്തിന് നന്ദി പറയുന്നത്? ഒരുത്തൻ പറഞ്ഞു, ദൈവം തരുന്നതെല്ലാം മധുരമുള്ളതായി തീരുന്നത് അവിടുത്തെ സാമീപ്യം കൊണ്ടാണ്. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ സംഭാഷണം തുടരുന്നതിനിടയിൽ വൃദ്ധൻ ധനികനോടായി ഇങ്ങനെ പറഞ്ഞു, യജമാനനെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ സ്വർഗകവാടത്തിനരികിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഈ താഴ്വരയിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ഇന്ന് മരിക്കും. അതിനുശേഷം മാലാഖമാർ ചേർന്ന് ഹല്ലേലൂയ ഗീതം പാടുന്നതും ഞാൻ കേട്ടു. ഇത് കേട്ടതും ധനികൻ്റെ മുഖം വിളറി. അയാൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ വരുത്തി പരിശോധനകൾ നടത്തി. ഡോക്ടർക്ക് ഒരു പ്രശ്നവും കണ്ടെത്തുവാനായില്ല. അപ്പോഴാണ് വാതിൽക്കൽ ഒരാൾ വന്ന് അറിയിച്ചത്, യജമാനെ, തോട്ടക്കാരൻ വൃദ്ധൻ മരിച്ചു. യജമാന് തൻ്റെ കാതുകളെ വിശ്വസിക്കുവാനായില്ല.
ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ ധനികൻ പാവപ്പെട്ട ഒരു തോട്ടക്കാരൻ. ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ഒന്നും തന്നെ വൃദ്ധന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവസാന്നിധ്യം എന്ന വലിയ അനുഗ്രഹം ഈ ലോകത്തിൽ അയാൾ അനുഭവിക്കുകയും നിത്യജീവനിൽ ദൈവത്തോടു കൂടെ ആയിത്തീരുകയും ചെയ്തു. ഭൗതികമായ നേട്ടങ്ങളുടെ കണ്ണിലൂടെ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ ശ്രമിക്കാതെ ഒന്നുമില്ലാത്ത അവസ്ഥയിലും ദൈവസാന്നിധ്യം അനുഭവിച്ച് സന്തോഷത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കർത്താവേ, ഈ ലോകജീവിതത്തിൽ നിന്നോട് ചേർന്ന് നടപ്പാനും ഒടുക്കം നിത്യജീവൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാനും എന്നെയും സഹായിക്കണമേ. ആമേൻ. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപമേൽ കൃപ പകരുന്നവൻ. കർത്താവിന്റെ ബലവും സങ്കേതവും എന്നാത്മ രക്ഷയും അവനല്ലോ. യേശുവിൻ ചാരെ ഉള്ളതിനാൽ ഞാൻ ഏതിലും ഭയപ്പെടില്ല. വൈരികളെന്നെ വളയുകിലും ഞാൻ അണുവിട പതറുകില്ല. ഞാൻ വിളിച്ചിടുമ്പോൾ അവൻ വിടുവിക്കുന്നു, ബലകരമതിൽ കരുതിടുന്നു. കർത്താവിന്റെ ബലവും സങ്കേതവും എന്നാത്മ രക്ഷയും അവൻ.